ന്യൂസ് 18 സമഗ്ര കവറേജിലേക്കാണ് കടക്കുന്നത്. ദേശീയപാത അപകടത്തിൽ. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതടക്കം നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ 3-അംഗ സംഘം ഉടൻ സംസ്ഥാനത്തെത്തും. ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലാണ് സമിതി. കൂരിയാട്ടെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരുന്നു. അതേസമയം കൂരിയാട് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. നിർമ്മാണ അപാകതയിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. CV അനുമോദ് മലപ്പുറത്ത് നിന്നും നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരും. ആദ്യം CV അനുമോദിലേക്കാണ് പോകുന്നത്. CV അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം എത്രത്തോളം വലിയ ആശങ്കയിലാണ് കൂരിയാട് ജനത ഉള്ളത് എന്നുള്ളത്. അവരുടെ കിടപ്പാടം പോലും വളരെ ദുർഘടമായ അവസ്ഥയിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഒരു നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നമുക്കറിയാം മഴ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നു. കാലവർഷം 2 ദിവസത്തിനകം എത്തിക്കഴിഞ്ഞാൽ എന്താകും അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ വിദഗ്ധ സംഘം എത്തുകയാണ്. IIT പ്രൊഫസർ അടങ്ങുന്ന സംഘം. ഇന്നലെ ഹൈടെക് സംഘമൊക്കെ അവിടെ പരിശോധന നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്? മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയല്ലേ? ഹരിയ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ കുരിയാട് ഈ ഹൈവേ ഇടിഞ്ഞ് ദുരന്തമുണ്ടായതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ. ആ മേഖലയിലുള്ള ആളുകളും ജനപ്രതിനിധികളെല്ലാം ഒന്നാകെ പറയുന്നത് ഒരു ഭൂഘടന, ആ പ്രദേശത്തിന്റെ ഭൂഘടന മനസ്സിലാക്കാതെ ഒരു നിർമ്മാണം നടത്തിയതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ്. അവിടെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ MLA-മാരെല്ലാം തന്നെ ഒന്നടങ്കം പറഞ്ഞ ഒരു കാര്യം, അവിടെ ഒരു പാലം മാത്രമാണ് ഇനി ശാശ്വതമായിട്ടൊരു പരിഹാരം. അതല്ലാത്ത ഏതൊരു നിർമ്മാണ സാഹചര്യങ്ങളെയും ഞങ്ങൾ എതിർക്കുമെന്ന്, അത് പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്ക് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് അതിൽ പറയുമ്പോൾ ആധികാരികമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. അത് എത്രമാത്രം അതിൽ വാസ്തവമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ കേന്ദ്ര സംഘത്തിന്റെ ഒരു സന്ദർശനമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇന്നോ നാളെയോ എന്ന തരത്തിലാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും മറ്റു ഈ ഒരു മേഖലയിലുള്ള വിദഗ്ധരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന മറുപടി. എപ്പോഴെത്തുമെന്നൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സമയമേറെ എടുക്കരുത് എന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ തന്നെ ഈ മേഖലയിലെ ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. ആ മേഖലയിൽ താമസിക്കുന്നവർ മാത്രമാണ് അതുവഴി കടന്നു പോകുന്നവർ. മാത്രമല്ല, ഇത് ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് പലരും കാണുന്നത്. മഴ വരുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മഴക്കാലം വന്നാൽ പലയിടത്തും സാഹചര്യങ്ങൾ എങ്ങനെയാകുമെന്ന് പറയാനാകില്ല എന്നൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കി അതിന് ഈ ഒരു കൃത്യമായ സൊല്യൂഷൻ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇനി മുൻപിലുള്ള ഒരു വഴി. കഴിഞ്ഞ ദിവസം NHA നിയോഗിച്ച വിദഗ്ധ സംഘവും അവിടെ മണ്ണിന് മുകളിൽ വന്ന കൂടിയ ഭാരം താങ്ങാൻ കഴിയാതെ തെന്നി നീങ്ങിയതാകണം ഈ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന ഒരു വിലയിരുത്തലാണ് അവരും പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതും സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷൻ അത് കാലതാമസം കൂടാതെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴും ഇതിന് ഈ ഒരു മേഖലയിൽ ഒരു വയഡക്റ്റ് പാലം നിർമ്മിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നൊരാവശ്യമാണ് പ്രതിഷേധക്കാരെല്ലാം, അല്ലെങ്കിൽ മേഖലയിലുള്ളവരും ജനപ്രതികളെല്ലാം ഒരുപോലെ തന്നെ ഉന്നയിക്കുന്നത്. അത് വിദഗ്ധ സമിതി എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനും അതുപോലെ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനത്തിനുമായിട്ടാണ് ഇനി ഈ ഒരു പ്രധാനപ്പെട്ട കാത്തിരിപ്പ്. അത് എന്നുണ്ടാകും, ഈ IIT വിദഗ്ധർ എന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദഗ്ധ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ആ മേഖലയിലെ മണ്ണിൻ്റെ ബലക്ഷയത്തെക്കുറിച്ചാണ് എന്നുള്ളത്. ഈ ഒരു KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനം കൂടി ഒരുമിച്ച് വരുന്നതോടെ വന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്കും എല്ലാവർക്കും തന്നെ ഉള്ളത്. ഇതിൽ ഈ ഒരു വയഡക്റ്റ് പാലം ഇവിടെ വരുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അനുമോദ് തുടരുക. നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ്.
ഈ മണ്ണിനെയും മഴയും ഒക്കെ കുറ്റം പറഞ്ഞ് മാത്രമുള്ള ഒരു റിപ്പോർട്ടാകുമോ, അതോ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പോലെ ഇത്തരത്തിൽ കരാർ കമ്പനി തന്നെ വീഴ്ച സംബന്ധിച്ച ഒരു സാഹചര്യമുണ്ട്. കരാർ കമ്പനിക്ക് ഈ നിർമ്മാണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൂടി മെൻഷൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാകുമോ ഇന്ന് സമർപ്പിക്കുക? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ ദേശീയപാത വികസനത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളും വിള്ളലുകളും ഒക്കെ ഇതിനോടനുബന്ധിച്ചായിരുന്നു ഹൈക്കോടതി NHAIയുടെ വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇത് പ്രധാനമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കൊച്ചിയിലെ റോഡുകളുടെ അപാകതയും അല്ലെങ്കിൽ വെള്ളക്കെട്ടും ഒക്കെ പരിഗണിക്കുന്ന ബെഞ്ചാണ് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ദേശീയപാതയിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ഇതിന്റെ ഒരു വിശദീകരണം NHAIയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. കാരണം ജനങ്ങളുടെ ജീവനാണ്, അതിന് വലിയൊരു അപകടം സംഭവിക്കുന്ന രീതിയിലേക്കാണോ NHAIയുടെ പണി നീങ്ങുന്നതെന്നൊരു ആശങ്ക കൂടി ഹൈക്കോടതി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്തായാലും NHAI ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തും. ഇന്ന് നടക്കുന്ന പരിപാടികളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു വിശദീകരണമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം ഈ കരാർ കമ്പനിക്കെതിരെ എടുത്ത നടപടിയും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു വിള്ളലുണ്ടായി അല്ലെങ്കിൽ വലിയ രീതിയിൽ റോഡുകളിൽ ഗർത്തം രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകളുടെ പ്രതിഷേധം, ഇതിലൊക്കെ നയിച്ച കാരണം എന്താണ്? അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇനി അത്തരത്തിലുള്ള ഒരു അപാകത ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? വിദഗ്ധ സംഘത്തെ അടക്കം രൂപീകരിച്ചു എന്ന കാര്യങ്ങളും ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ NHAI ചൂണ്ടിക്കാട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. ഇതിനോടൊപ്പം ഇനി ചിലപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമോ? ഈ ഒരു റോഡുകളുടെ അപാകത, ഇങ്ങനെ നാഷണൽ ഹൈവേ പണിയുമ്പോൾ അതിൽ തുടരെ പരാതികൾ ഉയരുന്ന പല അപകടങ്ങളും സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാകും ഉണ്ടാകുക? എന്തായാലും NHAIക്ക് അടക്കം രൂക്ഷ വിമർശനം അല്ലെങ്കിൽ കരാർ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമിക്കസ് ക്യൂരിയെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. തീർച്ചയായും നവമി തുടരുക. അനുമോദിലേക്ക് ഒരിക്കൽ കൂടി. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായ വിലയിരുത്തൽ വന്നിട്ടുള്ളത് ഈ മണ്ണ് അവിടെ നിന്ന് ഇളകി മാറിയതാണ് കൂരിയാട് ഈ ഒരു പാളിച്ച സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത്. പക്ഷേ ഈ മണ്ണിന്റെ ഘടന, ആ ഭൂപ്രകൃതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഇപ്പോഴായിരുന്നില്ലല്ലോ. ഇതിനു മുമ്പ് ആ നിർമ്മാണം തുടങ്ങുന്നതിനേ മുമ്പായിരുന്നല്ലോ. അവിടുത്തെ പ്രദേശവാസികളടക്കം അത് തുടക്കം മുതൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് അവർ പറയുന്നുമുണ്ട്. ആ ഘട്ടത്തിലൊന്നും മുഖവിലേക്ക് ഈ പ്രശ്നങ്ങൾ എടുക്കാതെ പോയി. ഇപ്പോൾ എല്ലാ പ്രവൃത്തിയും അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത്. ഇനി ആദ്യം മുതൽ എല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം പോലൊക്കെ അവിടെ ഒരു മേൽപ്പാലം, ഒരു വയഡക്റ്റ് പാലമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? പ്രസക്തമായ ചോദ്യമാണത്. കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു മേഖലയുടെ ഭൂഘടനയ്ക്ക് അനുസരിച്ചുള്ള നിർമ്മാണമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു വിലയിരുത്തൽ വന്നിരുന്നു. പ്രധാനമായിട്ടും വയലിലൂടെയാണ് ഈ ഒരു പാലം ഈ ഒരു റോഡ് ദേശീയപാത മാത്രമല്ല അതിന് സർവീസ് റോഡുകളും കടന്നു പോകുന്നത്. മണ്ണിട്ട് ഉയർത്തി, അതായത് മുൻപുണ്ടായിരുന്ന ഹൈവേയുടെയും അതിനും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ആ ഒരു മേഖല റോഡിന് വേണ്ടി സജ്ജമാക്കിയത്. അപ്പോൾ അവിടെ ഒഴുകിയിരുന്ന പല കൈത്തോടുകളും വെള്ളമൊഴുകുന്ന വഴികളും ഒക്കെ ആ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും അടയ്ക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകുന്ന വഴി തടയപ്പെട്ടാൽ വെള്ളം ആ മണ്ണിൽ തന്നെ കെട്ടി നിൽക്കും. അത് ഭൂമിയിലേക്ക് അടിയിലേക്ക് ഇറങ്ങും. മണ്ണിനടിയിൽ ഭൂമിക്കടിയിലുള്ള മണ്ണിന്റെ ഘടനയെ മാറ്റുകയും ചെയ്യും. അതിനു മുകളിൽ വലിയ ഭാരത്തിൽ മണ്ണ് കുന്നുകൂട്ടി അവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഈ തൂണുകൾ സ്ഥാപിച്ച് ഇത് വലിയ ഭാരം താങ്ങാൻ കഴിയാത്ത ഭാരം മുകളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിനടിയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, മണ്ണ് തെന്നി നീങ്ങുന്നു. ഇത് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പ്രധാനമായിട്ടും ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖല മുതൽ ഈ വയൽ കടന്നു പോകുന്ന ദൂരം, ആ മേഖലയിൽ ഒരുപക്ഷെ വയഡക്റ്റ് പാലം
സാധ്യമാകുമോ എന്നൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമാകും പരിശോധിക്കുക. മുഴുവനായിട്ട് പൊളിച്ചു പണിയുക എന്നുള്ളത് ഒരുപക്ഷെ സമയമേറെ എടുത്തേക്കാം. പണച്ചെലവിനേക്കാൾ കൂടുതൽ സമയമാണല്ലോ ഇവിടെ പ്രധാനം. അപ്പോൾ അതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് വിദഗ്ധ സംഘത്തിൻ്റെ കൂടി എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ് കൂടി എടുത്ത ശേഷമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഇത് ഈ ഒരു പുതിയ പാലം നിർമ്മിച്ച് ഈ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണെങ്കിൽ അത് ആ മേഖലയിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. പക്ഷേ അതിനെ പിൻപറ്റി മറ്റ് പലയിടങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയരും എന്ന കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം. കാരണം ഇതേ ഘടനയുള്ള ഒരുപാട് ഇടങ്ങൾ ഈ ഹൈവേയിലുണ്ട്. അവിടെയൊക്കെ ഇതുപോലത്തെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഇത്തരത്തിലുള്ള പാലങ്ങളിലേക്ക് മാറണമെന്നൊരാവശ്യവും ഉയർന്നു വന്നേക്കാം. അതെന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഈ വയഡക്റ്റ് പാലം എന്ന ജനങ്ങളുടെ ഒരു ആവശ്യം അത് പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരമാണ്. പക്ഷെ അതിനു മുമ്പിലുള്ള വെല്ലുവിളി നേരത്തെ പറഞ്ഞ ഈ ഒരു സമയപരിധിയും അതുപോലെ ഇവിടെ ഇത്തരത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ മറ്റിടങ്ങളിലും അതേപോലെ നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടിയാണ്. തീർച്ചയായും CV അനുമോദും നവമി ദിനേശുമാണ് നമുക്കൊപ്പം ചേർന്നത്. നമുക്കറിയാം ഈ വടക്കൻ കേരളത്തിൽ മാത്രമല്ല ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നുള്ളത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല മേഖലകളിൽ സമാനമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ദേശീയ പാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇവിടെ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനം അന്നുണ്ടായത്. പക്ഷേ ആ പ്രഖ്യാപനം പാഴ്വാക്കായി മാറി എന്നുള്ളതാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് പൊതുമരാമത്ത് വകുപ്പ് അവഗണിച്ചു. ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറത്തും റോഡ് തകർന്നതോടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ ജനങ്ങളെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിന് ഇല്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വേഗത, വികസന കുതിപ്പിലും ഒക്കെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന സർക്കാരിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? ഈ ആലപ്പുഴയിലെ പ്രശ്നത്തിൽ എന്ത് പരിഹാരമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതുപോലും നടത്താൻ കഴിയാതെ പോയല്ലോ. ഭവ്യ, ആലപ്പുഴ എന്നുള്ളതല്ല, സംസ്ഥാനത്തൊട്ടുകെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണോ ഈ ഒരു നിർമ്മാണം കടന്നു പോകേണ്ടത് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി ഉയരുന്നത്. നമുക്കറിയാം, ആലപ്പുഴയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് 70 ടൺ വീതം ഭാരമുള്ള 4 ഗർഡറുകൾ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്നു വീണത്. അന്ന് ഈ ഒരു തകർച്ച ഉണ്ടാകുന്നതിന്റെ ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ CCTV ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ആലപ്പുഴയിലെ ഏറ്റവും തിരക്കേറിയ, അതായത് ബീച്ചിനോട് ചേർന്ന് വിജയ പാർക്കിനോട് തൊട്ടടുത്ത് കുട്ടികളും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി എത്തുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഒരു ഗർഡറുകൾ തകർന്നു വീണത്. അതായത് 70 ടൺ വീതമുള്ള 4 ഗർഡറുകൾ ഒന്നിച്ച് നിലമ്പെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഗർഡറുകൾ വീഴുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു അത് സംഭവിച്ചിരുന്നുവെങ്കിൽ വലിയ കാഷ്വാലിറ്റി തന്നെ ആലപ്പുഴയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. തലേ ദിവസം, അതായത് നമുക്കറിയാം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പല വീടുകളിലും സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഒരു കല്യാണ ഫംഗ്ഷൻ നടന്നപ്പോൾ അതിന്റെ ആളുകൾ നിന്നിരുന്ന, അല്ലെങ്കിൽ അവിടെ അതിന്റെ കീഴിൽ, ഈ ഗർഡറുകളുടെ കീഴിലായിരുന്നു അത്രയധികം 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അപകടത്തിൽ നിന്നായിരുന്നു ആലപ്പുഴ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആലപ്പുഴയ്ക്ക് ശേഷം പിന്നീട് മലപ്പുറം ഉണ്ടായി. പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു സർക്കാർ തലത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല? ഒരുപക്ഷെ ദേശീയപാതയുടെ നിർമ്മാണം തങ്ങൾക്കാണ്, അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സെൻട്രൽ മിനിസ്ട്രിക്കാണ് എന്ന് പറഞ്ഞൊഴിയുമ്പോഴും കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. ഇങ്ങനെ നിസ്സംഗതയോടെ കൈകെട്ടി നിൽക്കുകയാണോ അതിനകത്ത് വേണ്ടതെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ആലപ്പുഴയിലെ കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതായത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഒരു ഗർഡറുകൾ തകർച്ച ഉണ്ടായ സമയത്ത് ആലപ്പുഴ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ സംസ്ഥാന PWDക്ക് നൽകിയ കത്തിൽ ഈ ഒരു തകർച്ച സംസ്ഥാന PWD കൂടി അന്വേഷിക്കണം, നമുക്കൊരു എക്സ്പെർട്ട് ടീം വേണം, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ, കേന്ദ്ര സർക്കാരിന്റെ വിഭാഗങ്ങളല്ല അന്വേഷിക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഇത് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം
നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ രീതിയിൽ കോഴിക്കോട് NIT-യിലെ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കും എന്നുള്ളൊരു പ്രഖ്യാപനവും ഉണ്ടായി. പക്ഷേ ആ പ്രഖ്യാപനം പിന്നീട് നടന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മാസങ്ങൾ പിന്നിട്ടിട്ടും കോഴിക്കോട് NIT-യിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തും എന്നുള്ള വാക്ക് പാഴ്വാക്കായി മാറി എന്നുള്ളതാണ്. അതിനകത്ത് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞത് തൊഴിലാളികളുടെ വീഴ്ച മാത്രമാണ് ഈ 70 ടൺ വീതം ഭാരമുള്ള 4 ഗഡറുകൾ തകർന്ന സംഭവത്തിൽ ദേശീയപാത വിഭാഗം കണ്ടെത്തിയത്. അതായത് ഈ ഗഡറുകൾ സ്ഥാപിച്ചപ്പോൾ വന്ന ഒരു പിഴവ് ആണ് അത്. അതുകൊണ്ട് തന്നെ ഒരു തടി ഇളക്കി മാറ്റിയപ്പോൾ ആ ഗഡറുകൾ തെന്നിപ്പോയതാണ്. അതായത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഗഡർ തെന്നുന്നു, തുടർച്ചയായി ബാക്കി 4 വീഴുന്നു എന്നുള്ള ഒരു വിശദീകരണത്തിൽ, ഒഴുക്കൻ മട്ടിലുള്ള വിശദീകരണത്തിൽ അവർ മാറി. ഇത് അന്വേഷിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ റെയിൽവേയിലെ ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് മാത്രമാണ് ഈ സംഭവം അന്വേഷിച്ചത് എന്നുള്ളതാണ്. അതായത് വീഴ്ച പുറത്തു വരണമെങ്കിൽ കൃത്യമായ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു മുന്നോട്ട് വെച്ച് ആലപ്പുഴ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ച ഒരു ആശങ്കയെ കണ്ണും പൂട്ടി തള്ളുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ്. അതായത് കൃത്യമായി നമുക്കത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൈ കഴുകുന്ന രീതിയിൽ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട, റിസ്ക് അവർക്കിരിക്കട്ടെ എന്നുള്ള രീതിയിൽ കൈ കഴുകുന്ന രീതിയിലായിരുന്നു ആലപ്പുഴയുടെ നിർമ്മാണത്തിലും പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ച നിലപാട്. എന്തായാലും മലപ്പുറത്തേക്ക് കടക്കുമ്പോഴെങ്കിലും ആ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. ഭവ്യ, തീർച്ചയായും നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന് മേൽ ചാരി സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിലായിരുന്നു എന്നുമാണ് വിശദീകരണം. അതേസമയം പദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരും. അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണനേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി. പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം. അതാണ് മൂരിയാട് തകർന്നു വീണത്. സർക്കാർ വാർഷികത്തിന്റെ തലേ ദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്ന് പതറി. പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട്. തകർച്ചയുടെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കും. ഒരു നിബന്ധന മാത്രം: പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത്. അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പാലമാണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്.